2026-27 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ 53.5 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻ വർഷത്തെക്കാൾ 5.5% കൂടുതലാണ് എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പുതിയതായി വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2025-26 ബഡ്ജറ്റ് 50 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത്രയും വലിയ ബഡ്ജറ്റ് സർക്കാർ അവതരിപ്പിച്ചെങ്കിലും അതിന്റെ അറ്റ വരുമാനം 35 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഈ തുക, അതായത് 35 ലക്ഷം കോടി രൂപ എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യം ഉയരുന്നു. ഇതിനായി സർക്കാർ വായ്പകളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ കടം GDP-യുടെ 50% കുറയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം സർക്കാർ 15.58 ലക്ഷം കോടി രൂപ വായ്പ എടുത്തു. 2030 ആകുമ്പോഴേക്കും കടം GDP-യുടെ 50% കുറയ്ക്കും. 2026-27 44 ലക്ഷം കോടിയിലധികം വരുമാനം സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ഇതിൽ 15.26 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നികുതിയായി നൽകും. അങ്ങനെ സർക്കാരിന്റെ മൊത്തം നികുതി വരുമാനം 28.66 ലക്ഷം കോടി രൂപയായിരിക്കും. ഇതിനു പുറമെ സർക്കാരിന് 6.66 ലക്ഷം കോടി രൂപയുടെ നികുതിയേതര വരുമാനവും ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ആകെ വരുമാനം 35.33 ലക്ഷം കോടി രൂപയായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ സർക്കാർ കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായും ആലോചിക്കേണ്ട കാര്യം വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല കൂടുതലായും നമ്മുടെ സർക്കാർ കടമെടുക്കുന്നത്, മറിച്ച് ഇന്ത്യക്കകത്തുള്ള തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മുടെ സർക്കാർ കടമെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാരണം. ഇനി ഈ കടം എങ്ങനെയാണ് നമ്മുടെ സർക്കാർ ഉപയോഗിക്കുന്നത്? കൂടുതലും ഇൻവെസ്റ്റ്മെന്റുകളാണ് ഈ കടം കൊണ്ട് നമ്മുടെ സർക്കാർ ചെയ്യുന്നത്, അല്ലാതെ ധൂർത്തടിച്ച് കളയുകയല്ല, ഫ്രീ ബീസ് കൊടുക്കുകയല്ല എന്നുള്ളതാണ് ഈ കടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2030 ആകുമ്പോഴേക്കും GDP-യുടെ 50% നമ്മുടെ രാജ്യത്തിന്റെ കടം കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം പറയുന്നത്. ഇനി ലോകരാജ്യങ്ങളിൽ ഇന്ത്യ മാത്രമാണോ കടമെടുക്കുന്നത്? അല്ല, ലോകരാജ്യങ്ങളെല്ലാം തന്നെ കടമെടുക്കുന്ന രാജ്യങ്ങളാണ്. അങ്ങനെ മാത്രമേ ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് 39 ട്രില്യൺ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നിലവിൽ 190 ലക്ഷം കോടി രൂപയാണ് കടമുള്ളത്. അതും ഭൂരിഭാഗവും ഇന്ത്യക്കകത്ത് നിന്നുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി എടുത്ത കടമാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ